നമസ്കാരം. 2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സൗദിയിൽ ജോലിയുണ്ടായിരുന്ന അബ്ദുൾ റഹീമിനെയും അതോടൊപ്പം തന്നെ യമനിൽ ജോലിയുള്ള നിമിഷപ്രിയയും ഈ രണ്ടുപേരെ കുറിച്ചിട്ടാണ് ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഫസൽ കാരാട്ട് എന്ന് പറഞ്ഞൊരു പരമനാറി അവൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിട്ട് നിമിഷപ്രിയയുടെ കേസും ഈ അബ്ദുൾ റഹീമിൻ്റെ കേസിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പച്ചയ്ക്ക് ഈ ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേട്ടാവളിയനാണ് ഈ ഫസൽ കാരാട്ട് എന്ന് പറഞ്ഞ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ മുസംഗി. അപ്പോൾ ഇവൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോ ഒരുപാട് ആൾക്കാർ ഇപ്പം ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ആലുവയിൽ ഒരു കുട്ടി മിസ്സിംഗ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ശരിക്കും അത് 2019 നടന്നിട്ടുള്ള സംഭവമാണ്. കാരണം എന്നെ ആലുവയിൽ നിന്നൊരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക്, അതായത് ആ വീഡിയോ ഇട്ടതിൻ്റെ ദിവസം ഉച്ചയ്ക്ക് അവിടെ ഇങ്ങനെ ചൈൽഡ് ലൈനിൽ കുട്ടീനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അത് 2019 നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തെറ്റായിട്ടുള്ള വീഡിയോകൾ സന്ദേശങ്ങളൊന്നും ആരും നമുക്ക് അയച്ചു തരാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നിമിഷപ്രിയയെ ഇപ്പോൾ തൂക്കിക്കൊല്ലാനായിട്ടുള്ള അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് അവിടുത്തെ യമൻ രാജാവ് തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ 32,000 കോടി രൂപ ഒരു മലയാളിക്ക് വേണ്ടി സ്വരുക്കൂട്ടി. അത് കേരളത്തിലെ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ പറയുന്ന അബ്ദുൾ റഹീമിന് പിരിച്ചു കൊടുത്തു. സത്യത്തിൽ ഈ അബ്ദുൾ റഹീമിൻ്റെ കേസും നിമിഷപ്രിയയുടെ കേസും രണ്ടും രണ്ടാണ്. കാരണം ഒരു അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ് അബ്ദുൾ റഹീമിൻ്റെ കേസ് കിട്ടെങ്കിൽ, നിമിഷപ്രിയയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കരുതി കൂട്ടി കൊലപ്പെടുത്തിയാണ്. കാരണം നിമിഷപ്രിയയും ഒരു സുഹൃത്തും കൂടെ കഷ്ണങ്ങളാക്കി വെട്ടി മുറിച്ച് മാറ്റിയിട്ടാണ് അത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. എന്നാലും ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഇവിടുത്തെ ഓരോ മലയാളികളും അതിനും ഇടപെട്ടിട്ടുണ്ട്. അവർക്കും അതിൻ്റെ വേണ്ട പൈസകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ചില ഞരമ്പ് രോഗികൾ, ചില നാറികൾ ഈ സമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ വർഗീയതയും പറഞ്ഞ് വിഭാഗീയത ഉണ്ടാക്കി ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നാറിനെ ഇപ്പോൾ പല ആൾക്കാരും വിളിക്കാറുണ്ട്. ഫോണിൽ വിളിച്ചിട്ട് നല്ല പുളിച്ചതും പച്ചത്തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് ഇവർ വിളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വിളിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കണ്ടൻറ്റും കൂടെ ആകും. ആ കണ്ടൻറ്റും കൂടെ അവൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കേൾക്കുമ്പോൾ സംഘികൾക്ക് ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. എന്താണെങ്കിലും ഈ രണ്ടുപേരുടെ വിഷയത്തിലും ഇവിടുത്തെ സംഘികളും ക്രിസംഘികളും 10 പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. കാരണം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യരാണ് ഇവർക്ക് വേണ്ടി ഈ പണം നൽകിയിട്ടുള്ളത്. ഇന്നലെ ഞാൻ നമ്മുടെ പബ്ലിക് കേരളയിൽ ഒരു വാർത്ത കണ്ടു. അതിനകത്ത് ഈ നിമിഷപ്രിയയുടെ കേസിൽ ഇറാൻ ഇടപെടാൻ പോകുന്നു എന്നുള്ളൊരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത. അത് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. കാരണം ഈ രണ്ടുപേരും മലയാളികളാണ്, ഈ രണ്ടുപേരും നമ്മുടെ സഹോദരങ്ങളാണ്. ഈ രണ്ടുപേരുടെയും മോചനം എളുപ്പമാക്കണമെന്ന് കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ടുപേരുടെയും മോചനം അത് എളുപ്പമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ നമുക്ക് ഈ ഒരു വാർത്ത, ഈ ഇറാൻ ഇടപെട്ടിട്ടുള്ള ഈ ഒരു വാർത്തയും അവിടെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ ഇപ്പോഴത്തെ ആ ഒരു വാർത്തയും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. നിമിഷപ്രിയയുടെ കേസിലെ ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രതീക്ഷ തരുന്ന ഒരു വലിയ അപ്ഡേറ്റ് ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള, അതായത് മുതിർന്ന ഇറാന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിലെ ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ്. കാരണം നിമിഷപ്രിയയുടെ കേസിന് എന്തുമായിക്കൊള്ളട്ടെ, അവരൊരു സ്ത്രീയാണ്, അവരുടെ ഒരു കുട്ടി നാട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെ കാത്തിരിക്കുകയാണ്, അവരുടെ അമ്മ അവർക്ക് വേണ്ടിയിട്ട് കരയുകയാണ്. നോക്കൂ, അബ്ദുൾ റഹീമിന്റെ കേസ് വന്ന സമയത്ത് അതേപോലെ ഉയർന്ന ഒരു കേസാണ് നിമിഷപ്രിയയുടെ കേസ്. അബ്ദുൾ റഹീമിന്റെ മോചനം ഒരു പരിധിവരെ അതിൻ്റെ ഏറ്റവും അവസാന വക്കിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയയെ ഒരു കാരണവശാലും കൈവിടാൻ പാടില്ല എന്ന ഒരു നിലപാട് കേരളത്തിനുണ്ടായിട്ടുണ്ട്. കാരണം അവരെ കുറിച്ചിട്ട് ഇപ്പോൾ യമൻ പോലീസിന്റെ റിപ്പോർട്ട് വളരെ ഗൗരവകരമായിട്ടുള്ള, അല്ലെങ്കിൽ വലിയൊരു കൊലപാതകം നടത്തി ഈ പറയുന്ന തലാൽ എന്ന് പറയുന്ന മനുഷ്യനെ ഇഞ്ചിഞ്ചായി, അതായത് കഷ്ണങ്ങളാക്കി വെള്ളത്തിന്റെ ടാങ്കിൽ കൊണ്ടുപോയി ഇട്ടു എന്നുള്ള ഒരു വലിയ കുറ്റപത്രം അവർക്കെതിരെ യമൻ കോർട്ടിലുണ്ട്. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി. യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമിയാണ് വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകിയത്. 1 മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന. അതേസമയം യമൻ പൗരന്റെ കുടുംബത്തിന് ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്.
കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബവുമായുള്ള അനുരഞ്ജന ചർച്ച വഴിമുട്ടുകയും പ്രസിഡന്റ് റാഷദ് അൽ അലിമി വധശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തതോടെ നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷ മങ്ങുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവച്ച സുപ്രീംകോടതി ഉത്തരവ് ശരിവയ്ക്കുകയാണ് പ്രസിഡന്റ് ചെയ്തത്. നിയമപരമായി ഇനി മറ്റൊരു കോടതിയെ സമീപിക്കാൻ സാധ്യതയില്ല. മറിച്ച് കുടുംബത്തിന് ദയാധനം നൽകി മാപ്പപേക്ഷ അംഗീകരിച്ച് വധശിക്ഷ ഒഴിവാക്കുകയാണ് ഏക സാധ്യത. ഇതിനുള്ള ശ്രമം തുടരുകയാണെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവേൽ ജെറോം പറഞ്ഞു. പക്ഷേ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നാണ് സൂചന. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ മോചനം സാധ്യമാകൂ. നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ 2017 കൊല്ലപ്പെടുന്നത്. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി കഴിഞ്ഞ ഏപ്രിൽ മുതൽ യമൻ തലസ്ഥാനമായ സനായിൽ തുടരുന്നുണ്ട്. നിലവിൽ ഈ 2 ദിവസം മുമ്പ് വന്ന വാർത്ത, പക്ഷേ ഇതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു വാർത്ത വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ വിഷയത്തിൽ ഇറാൻ ഇടപെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഷയം, ഇറാനും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇറാന് യമന് മുകളിൽ ഇടപെടാൻ പറ്റുന്ന സ്വാധീനമുണ്ട്. ഒന്നാമത്തെ വിഷയം, ഹൂത്തികളുടെ വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് യമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമൊന്നും യമനിൽ ഇറാനിന് മുകളിലില്ല എന്നുള്ളതാണ്. അതായത് ഇറാൻ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പരിധിവരെ യമൻ അനുസരിക്കേണ്ടി വരും. അപ്പോൾ ഈ ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം പരിഹരിക്കാൻ ഇറാൻ വഴി സാധ്യമാകുമെന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് പ്രതീക്ഷയുള്ളൊരു വാർത്തയാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ. തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അച്യുതൻ ഡൽഹിയിൽ ചേർന്നു. അച്യുതൻ, നിമിഷപ്രിയയെ തിരിച്ചെത്തിക്കാൻ ഇപ്പോഴും പ്രതീക്ഷയുടെ ഒരു വാതിൽ അവിടെ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുഹേൽ, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ കൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സൂചനയാണ്. ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ ഇറാന്റെ വിദേശകാര്യ ഉപമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മുതിർന്ന ഒരു വിദേശകാര്യ ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ വിഷയത്തിൽ മാനുഷിക പരിഗണന കണക്കിലെടുത്തുകൊണ്ട് തങ്ങൾ ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട അതിനുള്ള അനുമതി യമൻ പ്രസിഡന്റ് നൽകിയിരുന്നു. തുടർന്ന് 1 മാസത്തിനകം ഇത് നടപ്പാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി. അതായത് നിലവിൽ സഹായങ്ങൾ നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ കൂടി ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്നത് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ്. കാരണം ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവ് തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടാം എന്ന് ഇന്ത്യക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്ന 2 ആളുകളും അവരുടെ മോചനം എളുപ്പമാകട്ടെ. കാരണം അവരുടെ മോചനം എളുപ്പമായ ഒരു നാട്ടിലേക്ക് വരട്ടെ. ഈ അടുത്ത ദിവസം തന്നെ ഒരു ഇന്ത്യക്കാരനെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് കോടതി. അതും ഇതുപോലൊരു കൊലപാതകം ചെയ്തതിൻ്റെ പേരിലുള്ള ഒരു വധശിക്ഷയാണ്. പക്ഷേ അതിനെതിരെ ഇവിടെ ആരും ജാതിയും മതമൊന്നും നോക്കിയിട്ടല്ല ഈ പറയുന്നത്. അപ്പം ഇതുപോലെ കടന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്നുകൊണ്ട് കുരയ്ക്കുന്ന നാറികൾ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ചിലത് മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇറാനെതിരെയൊക്കെ വലിയ രീതിയിൽ വടിയും കുടയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഊളകളാണ് ഇവനൊക്കെ. എന്തായാലും വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. കാരണം ആ നിമിഷപ്രിയയുടെ ഒരു മകൾ, അതുപോലെ അമ്മ, ഇവരെല്ലാം അവരെ കാത്തിരിപ്പുണ്ട്. അവർ ചെയ്തിരിക്കുന്ന വലിയ ഒരു കുറ്റം തന്നെയാണ്. കാരണം സൗദി അറേബ്യ പോലുള്ള അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പോലുള്ള രാജ്യത്ത് അവിടുത്തെ രാജാവാണെങ്കിലും അവിടുത്തെ രാജാവിൻ്റെ മക്കളാണെങ്കിലും ആരാണെങ്കിലും ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങളിൽ പെട്ടു കഴിഞ്ഞാൽ അവിടെ ഒരു മുഖം നോക്കലുമില്ല, ഒരു ദാക്ഷിണ്യമില്ല, അവിടെ ശിക്ഷ നടപ്പാക്കും. പിന്നെ ഈ പറയപ്പെട്ട കുടുംബം ഒന്നടങ്കം അതിന് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവരെ വിടുന്ന ഒരു സമ്പ്രദായവും ഈ പറയുന്ന രാജ്യത്തുണ്ട്. എന്തായാലും സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ചില ഊളകളുണ്ട്, അവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും അവരുടെ മോചനം എളുപ്പമാകട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ടാകുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും